MSC ഷിപ്പിംഗ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള MSC പാൽമറ കപ്പൽ തടഞ്ഞുവെക്കാൻ ഹൈക്കോടതി ഉത്തരവ്. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് മത്സ്യബന്ധന ബോട്ട് ഉടമകൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി നടപടി. നിലവിൽ വിഴിഞ്ഞത്തുള്ള MSC പാൽമറ തടഞ്ഞുവെക്കാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. മത്സ്യബന്ധന ബോട്ടുടമകളായ ഷാജി, വേണു, പുരുഷോത്തമൻ, സതീശൻ എന്നിവരാണ് നഷ്ടപരിഹാരം തേടി ഹൈക്കോടതിയെ സമീപിച്ചത്. MSC എൽസ കപ്പൽ കടലിൽ മുങ്ങുകയും കണ്ടെയ്നറുകൾ കടലിൽ വീഴുകയും ചെയ്തതിനെ തുടർന്നുണ്ടായ മാലിന്യങ്ങൾ കാരണം തങ്ങളുടെ മത്സ്യബന്ധന ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടായെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. 34 ലക്ഷം മുതൽ 1,30,00,000 രൂപയുടെ വരെ നഷ്ടമുണ്ടായെന്നുമാണ് ഹർജിക്കാർ കോടതിയെ ബോധിപ്പിച്ചത്. അതിനാൽ കപ്പൽ കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം. ഹർജി പരിഗണിച്ച കോടതി MSC കമ്പനിയുടെ ഉടമസ്ഥയിലുള്ള MSC പാൽമറ തടഞ്ഞുവെക്കാൻ ഉത്തരവിടുകയായിരുന്നു. നഷ്ടപരിഹാര കാര്യത്തിൽ തീരുമാനമാകുന്നതുവരെ നിലവിൽ വിഴിഞ്ഞത്തുള്ള പാൽമറ തടഞ്ഞുവെക്കാനാണ് കോടതി നിർദ്ദേശം. കേരള തീരത്ത് MSC എൽസ 3 കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് പരിസ്ഥിതിക്കും മത്സ്യസമ്പത്തിനുമടക്കം നേരിട്ട നാശം ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ 9,531 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ സർക്കാർ ആവശ്യപ്പെട്ട നഷ്ടപരിഹാരം നൽകാനാകില്ലെന്ന് കപ്പൽ കമ്പനി സത്യവാങ്മൂലത്തിലൂടെ കോടതിയെ അറിയിക്കുകയായിരുന്നു. ഇതിനിടെയാണ് മത്സ്യബന്ധന ബോട്ടുടമകൾ സമർപ്പിച്ച ഹർജിയിൽ കപ്പൽ കമ്പനിക്ക് തിരിച്ചടിയാകുന്ന നടപടി ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. കൈരളി ന്യൂസ്, കൊച്ചി.